ആ വന്നല്ലോ. സമാധാനമായി. കിട്ടാൻ സ്വല്പം ബുദ്ധിമുട്ടെന്ന് തോന്നുന്നു. ഇത് തന്നെ വേണോന്ന് പറഞ്ഞപ്പോ പിന്നെ ഇത് തന്നെ കിട്ടിയില്ലെങ്കിൽ എങ്ങനെയാന്ന് വിചാരിച്ചു. ഈ വയ്യാത്ത കാലം വെച്ച് ഓട്ടം കുറെ ഓടി. ഹേയ്, സ്കോച്ചോ? ഇന്നെന്തോ കണ്ടോണ്ടാണല്ലോ. ഇവൻ ഡ്യൂപ്ലിക്കേറ്റ് അല്ല. എന്നാൽ ഒറിജിനലാന്ന് അങ്ങോട്ട് പറയാൻ വയ്യ. ബാലൻസ് ബാലൻസ്. അതൊക്കെ പിന്നെ താൻ പോയി ഗ്ലാസ് എടുത്തോണ്ട് വാ. അതെ ഗ്ലാസ്. എന്തോന്ന്? അതെ, എനിക്കറിഞ്ഞൂടെ ക്ലാസ് എടുക്കണോ? അമ്മാവിന്റെ കാലിന് എന്ത് പറ്റി? ഒന്നും പറയണ്ട എന്റെ കുഞ്ഞേ. ശതാവരി കിഴങ്ങ് പറിക്കാൻ ഇന്നലെ വനത്തിൽ കയറിയതാ. കൊടും വനമല്ലേ, നട്ടുച്ചയ്ക്ക് പോലും കണ്ണു കാണൂല. കിഴങ്ങിന് വെട്ടിയ വെട്ട് കാലിലായി. ഒരു വിരല് കാലിലും 4 വിരല് കാട്ടില്. എന്നിട്ട് എന്താ, ഇരുട്ടത്ത് വിരല് 4 തപ്പിപ്പെറുക്കിയെടുത്ത് പൂർവ്വസ്ഥാനത്ത് വെച്ച് കുറച്ച് മുറുകൂട്ടി പച്ചില വിഴിഞ്ഞൊഴിച്ച് വിധി പ്രകാരം പൊതിഞ്ഞു വെച്ചു. ഇനി അടവിട്ടിരുന്നോളൂ. അപ്പോ ഇതെന്നാ ഇനി അഴിക്കുന്നേ? അതിനൊക്കെ ഞങ്ങൾക്കൊരു കണക്കുണ്ട്. അമ്മാവാ, ഓ, അമ്മാവിനെ എന്താ എല്ലാരും കവലയെന്ന് വിളിക്കുന്നേ? എന്റെ കൈ ഫ്രീ അല്ല. അല്ലായിരുന്നേ കൊച്ചെ, നിന്റെ ഈ കിള്ളി ചോദ്യം ഇന്ന് ഞാൻ അവസാനിപ്പിച്ചേനെ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഫ്രീ ആക്കാം. ഓരോന്ന് കഴിഞ്ഞാ പറയാമെന്നാ കാർന്നോര് പറഞ്ഞത്. ഇതിപ്പോ രണ്ടാമത്തത്. ഇനിയിപ്പോ പറയാം. അതിപ്പോ രണ്ടാമത്തേതിന്റെ ഓരോതോടെ എടുത്തിട്ട് പറഞ്ഞാൽ എന്താ കുഴപ്പം? അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. അതെ, ഇനിയിപ്പൊ പറയാം. കൊച്ചുമോന്റെ ഒരു കത്തുണ്ട്. ഭാസിയുടെ? ആ, അവൻ ഇത്തവണ വെക്കേഷൻ എന്റെ ഒപ്പാ ഇവിടെ. ഗ്ലാഡ് ന്യൂസ്. താൻ ഇതെന്തോ പറഞ്ഞിട്ടാടോ കൈയടിക്കുന്നേ? ചുമ്മാ എന്ത് കേട്ടാലും കിടന്ന് കണാ കൊണാന്ന്. സാറേ, ഈ ഒന്ന് മണപ്പിക്കുമ്പോഴേക്കും ആരുടെയെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈയിടെ വളരെ കൂടുന്നു. ഞാൻ ചികിത്സിപ്പിച്ചോളാം. ഞങ്ങളുടെ ആയുർവേദ വിധി പ്രകാരം പോലും ഇതിന് ചികിത്സയൊന്നുമില്ല. ഒന്നുകിൽ കുടി നിർത്തുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു മുറി കയറി വാതിലും അടച്ച് കുറ്റിയിട്ടിരുന്ന് തേമ്പുക. നീ വാടാ. അവിടെ ഞാൻ വായിച്ചു വെച്ചൊരു പുസ്തകം ഇരിപ്പുണ്ട്. നാലപ്പാടന്റെ കണ്ണുകീർത്തുള്ളി. അതിങ്ങെടുത്തോണ്ട് വാ. കത്തിങ്ങെടുക്കാം. ഭാസ്കർ ഇപ്പോ ഫൈനൽ ഇയർ മെഡിസിൻ കഴിഞ്ഞു. ഈ കൊച്ചുമോൻ എന്ന് പറയുമ്പോ നേരെ ഗ്രാൻഡ് സൺ അല്ലേ? മണപ്പിച്ചില്ല, അതിനു മുമ്പേ തുടങ്ങി പോഴത്തം. ഇവൻ ജയന്റെ മോൻ, എന്റെ ഗ്രാൻഡ് സൺ ഭാസ്കർ. അതാ ചോദിച്ചത്. നേരെ? അതെ, നേരെ. നേരെ അല്ലാതെ പിന്നെ എങ്ങനെ വളഞ്ഞ വഴിക്ക് ഗ്രാൻഡ് സൺ ഉണ്ടാകുന്നേ? അല്ല, പിന്നെ വളഞ്ഞ വഴിക്ക് മോനുണ്ടാകാം. എങ്ങനാ കൊച്ചുമോൻ ഉണ്ടാകുന്നേ? ഒന്ന് പറഞ്ഞാട്ടെ. നില്ല, എല്ലാരും ഒന്ന് വിളിച്ചോട്ടെ, എന്നിട്ട് എടുത്താ മതി. വന്നേ. കാർന്നോരുടെ മരിച്ചുപോയ മോനില്ലേ ജയൻ, ആയുടെ സണ്ണിന്റെ കത്ത. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. വായിച്ചാട്ടെ. ബാംഗ്ലൂർ പ്രിയപ്പെട്ട അപ്പൂപ്പന്. ഇത്തവണ അപ്പൂപ്പൻ ഒരു ഭീഷണി. വെക്കേഷൻ തുടങ്ങിയാൽ ഞാൻ അങ്ങോട്ട് വരും. വെക്കേഷൻ മറ്റന്നാൾ തുടങ്ങും. മറ്റന്നാ വരിക? മറ്റന്നാ വരില്ലടോ കുറുപ്പേ, മറ്റന്നാ അവന്റെ വെക്കേഷൻ തുടങ്ങുക. മറ്റന്നാ അവന്റെ വെക്കേഷൻ തുടങ്ങുക. വായിച്ചാട്ടെ. ഞാൻ വരുന്നത് ഒറ്റയ്ക്കല്ല, എന്റെ ഒപ്പം 4 5 ഫ്രണ്ട്സും കാണും. അപ്പൂപ്പന്റെ വീടിനെ പറ്റിയും സറൗണ്ടിങ്സിനെ പറ്റിയും ഞാൻ കാച്ചിയ വർണ്ണനകൾ കേട്ട് വിരണ്ട് ഹോളിഡേ ആഘോഷിക്കാൻ വരുന്നവരാണ് അവർ. ഇപ്പോ വരാൻ തയ്യാറായി 10-15 പേർ നിപ്പുണ്ട്. പക്ഷേ അപ്പൂപ്പൻ വരലണ്ട. സ്ട്രിക്റ്റായി സെൻസർ ചെയ്ത 3-4 എണ്ണത്തിനെ കൊണ്ടുവരൂ. അതാണ്. വരുന്ന ഡേറ്റ് ഇപ്പൊ പറയാൻ പറ്റുകയില്ല. ഏതായാലും ഒരാഴ്ചക്കുള്ളിൽ എന്ന് കൂട്ടിക്കോളൂ. വേറൊന്നുമില്ല. പിന്നെ അപ്പൂപ്പനെ ഞാൻ കണ്ടിട്ടും കൊല്ലവാറായില്ലേ. അപ്പൂപ്പന്റെ പാച്ചു.
കണ്ടോ? സൂക്ഷിച്ച് ചെയ്യടാ വാനര. പിന്നെയും കണ്ണി വീഴിച്ചോ? വീഴിക്കാണോ? വീഴുന്നതല്ലേ? എവിടെ? ശരിയായെന്ന് തോന്നുന്നു. സൂക്ഷിച്ച്. ഇതിലിപ്പോ എങ്ങനെ സൂക്ഷിക്കുന്നേ? എന്നാ പിന്നെ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ട് ജോലി ചെയ്യാം. എടുത്തോണ്ട് വരട്ടെ? എന്ത്? അമ്മാവിന്റെ കൂളിംഗ് ഗ്ലാസ്. നീ അതും ചെയ്യും. അതിനെന്തിനാ എത്ര വലിയ ചിരി? അതെ ദേവണ്ണേ, ചെറുപ്പക്കാര് പയ്യന്മാരാ വരുന്നത്. നിന്റെ ഇപ്പോഴത്തെ ഈ ചാട്ടോളൊക്കെ ഒന്നും അന്നേരം എടുത്തേക്കരുത്. പോ അമ്മാവാ. ഈ അമ്മാവൻ. നല്ലപോലെ ആഹാരം കഴിക്കുന്നവരാണെങ്കിൽ തൂറാൻ കുഴിക്ക് ഈ ആഴം പോരാ. അതിനൊക്കെ ഞങ്ങൾക്ക് ചില കണക്കുകളുണ്ട്. ചോദിച്ചില്ല. തൽക്കാലം ഈ അഞ്ചെണ്ണത്തെ നിർത്താം ഇല്ലടാ. അയ്യോ, ഇതെന്താ അതിന്റെ മത്സരം മറ്റോ ആണോ? നമ്മുടെ ഡോക്ടർ അദ്ദേഹം ഇന്നലെ നല്ലൊരു വിറ്റടിച്ചു. എന്നെ കുറിച്ചോ? ആയിരിക്കുമല്ലോ. എന്താണ് പൂവാന്റെ കീറ? ഇദ്ദേഹത്തിന് ഇപ്പോഴാ മെനോപാസ് ആയതെന്ന്. അതിന്റെ ഇളക്കമാണെന്നോ? അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറയാം. ഈ വരുന്ന ചിങ്കങ്ങളൊക്കെ ഏത് തരത്തിലുള്ളതാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഒന്നാമത് അവന്മാർക്ക് ഈ പഴയ വീട് പിടിക്കുമെന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്നങ്ങ് ഇരുന്നോട്ടെന്നോ എപ്പോഴും? എന്നല്ല, ഇനി അങ്ങനെ ഒരു പ്രശ്നം വരണ്ട. അകത്തൊരു കക്കൂസല്ലേ ഉള്ളൂ, പിന്നൊന്ന് എന്റെയാ. അതിനുള്ളിൽ ഞാൻ അവന്മാരൊന്നും കേട്ടില്ല. കേട്ടരുത്, അത് ഏതായാലും ചെയ്യരുത്. അപ്പൊ ആ ഒരെണ്ണം വെച്ചോണ്ട് രാവിലെ പിള്ളേർക്കെല്ലാം കൂടെ ഒരുമിച്ച് കക്കൂസി പോണെന്ന് തോന്നിയാലോ? ബുദ്ധിയായി. ഈ സൗണ്ട് ഓഫ് തണ്ടർ എങ്ങനെയുണ്ട്? വാദം. അവിടെയൊക്കെ ടൈപ്പ്റൈറ്ററിന് വളരെ വില കുറവാ. അതിന്റെ ദുരന്തങ്ങളിൽ ഒന്നാ. ഇത്രയും നേരമായിട്ടും ബുക്ക് ശരിയായില്ലേ? കിട്ടണ്ടേ? വേണം വേണം. എന്ത് വേണം? എന്താ കുട്ടി ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയട്ടെ. എന്റെ പൊന്നു മോളെ, അന്നത്തിന് ശേഷം പുള്ളിക്കാരന്റെ കത്ത് വല്ലതും വന്നോന്നറിയാൻ വേണ്ടിട്ടല്ലേ താനിവിടെ ഇങ്ങനെ കറയും കറങ്ങി നിൽക്കുന്നേ? വന്നിട്ടില്ല. ഇനിയെങ്കിലും ബുക്ക് കിട്ടുമല്ലോ. കിട്ടണം. ഇനി അവിടെ മെസ്സേജ് വല്ലതും വന്നിട്ടുണ്ടോ? എന്ന് വരുന്നെന്ന് അറിയിച്ചോണ്ട്. ഉണ്ടെങ്കി ഞാനിപ്പോ ഇങ്ങോട്ട് വരുവോ? അവന്റെ പേരിലല്ലാതെ ആരുടെ പേരിലാണ് ഞാൻ ആവേശം കൊള്ളേണ്ടത്? ഈ പറയുന്നവരെല്ലാരും കൂടെ അതിനൊരു ഉത്തരം എന്താ? ഞാനത് ഡോക്ടറോട് സൂചിപ്പിച്ചു. 6-7 കൊല്ലം കൂടെ കാണുമ്പോ സ്വല്പം കൂടുതൽ സന്തോഷം തോന്നുമെന്നും പറഞ്ഞു. കിളവൻ സമ്മതിക്കണ്ടേ? 6-7 കൊല്ലം കൂടി അല്ല കാണുന്നെങ്കിൽ എനിക്ക് ഇതേ സന്തോഷമായിരിക്കും. അവനെ എപ്പോ കാണുന്ന എനിക്ക് സന്തോഷമാണ്. അവനും. താൻ ആലോചിച്ചിട്ടുണ്ടോന്നറിയില്ല, എനിക്ക് ഇന്നിപ്പൊ ഈ ഭൂമിയിലെ നേർബന്ധം എന്ന് പറയാൻ അവൻ മാത്രമേ ഉള്ളൂ. അതെ, അതത്രേ ഉള്ളൂ. ആദ്യം കാർത്തിയായനി പോയി. അപ്പോഴും കുടുംബം പോയെന്ന് അങ്ങനെ അങ്ങ് തോന്നിയില്ല. എനിക്ക് എന്റെ മോനും അവന്റെ കുടുംബം ഉണ്ടല്ലോ എന്ന് സമാധാനിച്ചു. ഞാനും അതിന്റെ ഒരു ഭാഗമാണല്ലോ. പിന്നെ ഓർക്കാപ്പുറത്ത് ജയനും പോയി. ആക്സിഡന്റ് എന്നൊക്കെ പറഞ്ഞ് സമാധാനിക്കാമെങ്കിലും എനിക്ക് അതോടെ ആരും ഇല്ലാത്ത പോലായി. പിന്നെ ഇനി ഇവനല്ലേ ഉള്ളൂ, ഈ പാച്ചു. മുഴുവൻ കൊടുത്തില്ലേ? കൊടുത്തു. 2000 ഉണ്ട്. എണ്ണയാണല്ലോ. അതെ. ഇന്നിനി എത്ര ലോഡും കൂടെ പോവും? ഒരു 7-8 പോവും. സാധിക്കുമെങ്കില് അവന്റെ അമ്മയെ കൂടെ വരുത്തണം. വന്ന് 10 ദിവസം മോന്റെ കൂടെ നിന്നിട്ട് പോട്ടെ. എങ്കിൽ നന്നായിരുന്നു. നോക്കട്ടെ. നോക്കാനൊന്നുമില്ല, വരാൻ പറയണം. അമ്മ ബോംബെയില്, മോൻ ബാംഗ്ലൂരില്, അച്ഛൻ കൊമ്പത്ത്, ആന വരുമ്പോ തപ്പൂപ്പനിവിടെ. ഇങ്ങനൊക്കെ വല്ലപ്പോഴും അല്ലേ. അതുകൊണ്ട് ടെലിഗ്രാം കൊടുക്കണം. 10 ദിവസം അവധി എടുത്ത് ഇവിടെ നിൽക്കാൻ പറയണം. വരട്ടെ, വന്ന് നിക്കട്ടെ. മതി മതി, ഇവിടെ വരെ പോവുള്ളൂ. വേണേലിറക്കി നോക്കാം. എന്തിനാ എന്റെ ഇഷ്ടം വെറുതെ കല്ലേ കടിച്ച് പല്ല് കളയുന്നേ? ആക്സിൽ ഒടിഞ്ഞു പോയാലേ ഇവിടെ കടന്നു പോവുള്ളൂ. ഒക്കെ കയറണേ കൈ കൊണ്ടുവരുള്ളൂ. അതെ, ഞങ്ങൾക്ക് ജോലി ഉണ്ടാക്കല്ലേ എന്റെ ആശാനെ.
ഇത് ഭാസി നീ പറഞ്ഞതിനെക്കാട്ടി സ്റ്റൈലാണല്ലോടാ. ആണോ? ആ എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ലൊക്കേഷൻ ആണോ? എടാ മരത്തലയാ, നിനക്ക് ഇതിനെ പറ്റിയൊക്കെ എന്തെങ്കിലും അറിഞ്ഞിട്ടാണ് പറയുന്നത്. നീ ഉണ്ടായി. ഏയ് വെയിറ്റ് വെയിറ്റ് വെയിറ്റ്. നളിനിയേ ആ വന്നെന്ന് തോന്നുന്നു. ആ സ്വീകരണം വിളിക്ക്. ശ്രീധര, ആ വാ വാ. എനിക്ക് ഇങ്ങനെ ഒരു കാറിന്റെ ഹോൺ കേട്ടോ എന്ന് സംശയം തോന്നി. എന്താ മുന്തിരിങ്ങ? അപ്പൂപ്പ ഇവരൊക്കെ എല്ലാരും എന്റെ കൂടെ പഠിക്കുന്നവരാ. സെയിം ഇയർ. അപ്പൊ എല്ലാവർക്കും പരീക്ഷ കഴിഞ്ഞു. ആ വെരി ഗുഡ്. ഞാൻ വിചാരിച്ചു നിങ്ങളൊരു 7-8 പേര് കാണുമെന്ന്. അസലായി. എങ്കിലും അപ്പൂപ്പനോടൊന്ന് താമസം മാറ്റിയനെ. അപ്പൂപ്പ അവൻ രഞ്ജിത്ത് മേനോൻ, അങ്ങ് വടക്ക് ചങ്ങനാശ്ശേരിക്കടുത്താ. ഓഹോ, ഇതെന്താ? ഇതൊരു ക്യാമറ. അദ്ദേഹം ക്യാമറാമാൻ കം ഫിലിം ഡയറക്ടർ കം ഫിലിം റൈറ്റർ കം ഫിലിം എഡിറ്റർ കം ഫിലിം ആവണം എന്നുള്ള വാശിയില്ല. മെഡിസിന് പഠിക്കുന്നത് വീട്ടുകാരുടെ സ്വല്ല കാരണോ. അപ്പൊ കൈ വന്ന് പെടുന്ന രോഹിയുടെ കാര്യം കുശാലായി. ഇവൻ ലോപ്പസ് കൂത്താട്ടുളംകാരനാ, ഗൾഫ് ബേബിയാ. ഈ ടെസ്റ്റ് ട്യൂബ് ശിശു എന്നൊക്കെ പറയുന്ന പോലെ. ഇത് കൃഷ്ണൻകുട്ടി. ആ ഹലോ. ഇവനെ മാത്രമേ കൂട്ടത്തിൽ വിശ്വസിക്കാൻ കൊള്ളൂ. പാവാ. ഇവന്മാര് രണ്ടും അപ്പൂപ്പ. ചെത്തി ചെത്തി. വാ 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 വാ. ആഹാ, ഇതൊരു ഡോർമിറ്ററി ലൈനിലാണല്ലോ അമ്മാവൻ കാച്ചിരിക്കുന്നത്. അപ്പൊ ഇനി 4 പേർക്ക് എന്ത് ചെയ്യും? അത് സാരമില്ല, 4 കെട്ടിലൊക്കെ മാറ്റിക്കളയാം, കൂടുതൽ സ്പേസും കിട്ടും. ഓ, എന്ത് സ്പേഷ്യസാ. ഒരു ട്രോളി ഇടാം. ആ തുടങ്ങി. അപ്പൊ ആദ്യം എല്ലാരും ഒന്ന് കുളിക്കുക, കുളമുണ്ട്, എന്നിട്ട് ഭക്ഷണം. അല്ല, ഒന്ന് റിവേഴ്സ് ചെയ്യണം. ആദ്യം വല്ലതും ഭക്ഷിക്കുക, എന്നിട്ട് കുളി. വിശപ്പുണ്ട്. ആ അത് പറ. എങ്കി വാ, ആദ്യം വിശപ്പ് മാറാം. അല്ല പ്രാസി, നീയല്ലേ പറഞ്ഞ അടുത്ത് കടലുണ്ട് അവിടെ കുളിക്കാമെന്ന്? കുളിക്കാം. പിന്നെന്താ ഒരു കുളത്തിന്റെ വർത്താനം കേട്ടത്? വർത്താനല്ലേ കേട്ടുള്ളൂ, കുളിച്ചില്ലല്ലോ. ഇല്ല. നീ വാടാ ഇങ്ങോട്ട്. കടലിൽ കുളിക്കല്ലേ വേണ്ടൂ, നമുക്കത് സാധിക്കാം. താൻ വാടോ ധൃതി വെക്കാതെ. നടക്കടാ. ടെസ്റ്റ് ട്യൂബ് ശിശു.